ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ആക്ച്വലി കുറച്ച് 2-3 ദിവസമായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. സോ നമ്മുടെ ലാസ്റ്റ് വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 40 നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വളരെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അപ്പോൾ അത് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഫോർ വീഡിയോ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രൊഡക്ട്സിൻ്റെ എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് എനിക്ക് നോർമലി എപ്പോഴും വരുന്ന ഒരു കമൻറ്റും കൂടിയാണ്, ഫൗണ്ടേഷൻ എന്നുള്ളത് നമുക്ക് ഡെയിലി ബേസിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിന് പകരമായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ചിലവർ അതിന് പകരമായിട്ട് സൺസ്ക്രീനിൽ തന്നെ ഫൗണ്ടേഷൻ പോലെ ഉണ്ടല്ലോ സൺസ്ക്രീൻ ഇടുമ്പോൾ, അതുകൊണ്ട് അത് മതിയോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ ഫെയർനെസ് ക്രീമിൽ ഫൗണ്ടേഷൻ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ പല ഡൗട്ട്സുമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റും എല്ലാം തന്നെ നമുക്ക് ഒത്തിരി എന്താ പറയുക അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫൗണ്ടേഷൻ ഡെയിലി ബേസിൽ യൂസ് ചെയ്യണോ അതോ ഫെയർനെസ് ക്രീം യൂസ് ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും ക്രീംസ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുറത്തോട്ട് പോകുന്ന സമയത്ത് നമ്മളൊന്ന് നല്ല രീതിയിൽ ഒരുങ്ങണം എന്നുള്ളത്. ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമൊന്നുമല്ല. നമ്മളെല്ലാവരുടെ മുമ്പിലും നമ്മൾ ഒരിക്കലും മോശമായിരിക്കരുത്, നമ്മൾ അവരെക്കാളും ബെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഒപ്പമായിരിക്കണം. ആരും എന്നെ കണ്ടിട്ട് അയ്യേ എന്ന് പറയരുത് എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു കൺസേൺ ആണ് അല്ല ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്. ബട്ട് അത് എങ്ങനെ ഒരുങ്ങണം എന്നൊന്നും അറിയില്ലെങ്കിൽ പോലും നമ്മൾ ആദ്യം ചെയ്യണ ഒരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫെയർ ആവണം അല്ലെങ്കിൽ വെളുക്കണം എന്നുള്ള രീതിയിൽ. അതിന് നമ്മൾ ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യും. ഇപ്പോൾ നാളെ ഒരു ഫംഗ്ഷൻ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പുറത്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, തലേന്ന് പോയിട്ട് പാർലറിൽ ഫേഷ്യൽ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കുന്നവരുണ്ട്. ഫസ്റ്റ് ഞാൻ നോ പറയുന്നത് ആ ഒരു കാര്യത്തിനാണ്. ഒരിക്കലും നിങ്ങൾ തലേന്ന് ഫേസിന് ഒരു ട്രീറ്റ്മെൻറ്റും നമ്മൾ കൊടുക്കാൻ പാടില്ല. കാരണം നിങ്ങൾ തലേന്ന് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളുടെ സ്കിൻ ഒരു 24 hours എങ്കിലും റിലാക്സ് ചെയ്ത് ഇരിക്കണം. നമ്മളുടെ എക്സ്ഫോലിയേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്കിൻ പോർസസ് ഒക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ശരിക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ നമ്മൾ കുറച്ച് ടൈം കൊടുത്തേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് വേറെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനോ ഒക്കെ പറ്റത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പോർസസ് എല്ലാം തന്നെ വീണ്ടും റീസെറ്റിൽ ആവാനുള്ള ടൈം, ആ ഒരു ടൈമാണ് 24 hours എന്നുള്ളത്. അത് ആവാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും കല്യാണമോ ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ തലേന്ന് പോയിട്ട് സർവീസ് എടുക്കരുത്. 2 days ബിഫോർ നിങ്ങളത് ചെയ്തു വെക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സൺഡേ ആണ് ഫംഗ്ഷൻ എങ്കിൽ നിങ്ങൾക്കൊരു തേഴ്സ്ഡേ ഓർ ഫ്രൈഡേ, മാക്സിമം ഫ്രൈഡേ, അതിനപ്പുറത്ത് പോകും തേഴ്സ്ഡേ ഓർ ഫ്രൈഡേക്കുള്ളിൽ നിങ്ങളുടെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സെക്കൻഡ് തിങ്, നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ മാറ്റർ. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പം ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത് അത്രയും ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരു ഫംഗ്ഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ സ്കിന്നിലേക്ക് നിങ്ങൾ ഫൗണ്ടേഷൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. ഇതുവരെ ഞാൻ ഒന്നും ചെയ്യാറൊന്നുമില്ല. ബട്ട് എനിക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്, എല്ലാവരെയും പോലെ എനിക്കൊന്ന് ഒരുങ്ങണം. അപ്പം ഞാൻ ആദ്യമായിട്ടൊരു ഫൗണ്ടേഷൻ ചെയ്യാൻ ട്രൈ ചെയ്യുവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ആദ്യമായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് നമ്മളൊരു കെമിക്കൽ എൻട്രി ചെയ്യുന്ന സമയത്ത് സ്കിൻ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചില സമയത്ത് ഭയങ്കര ഇച്ചിങ്ങും ചൊറിച്ചിലും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബിഫോർ ഒരു പാച്ച് ടെസ്റ്റ് എടുക്കാം. പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 to 20 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് റിമൂവ് ചെയ്യുക. ദെൻ അതിനുശേഷം ആ ഒരു ദിവസം ഒന്നും ചെയ്യേണ്ട, ആ ഭാഗത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും അപ്ലൈ ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഭാഗത്ത് എന്തെങ്കിലും ചൊറിച്ചിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഫൗണ്ടേഷൻ പിന്നീട് നിങ്ങൾക്ക് അത് പറ്റത്തില്ല. അപ്പോൾ നമ്മളത് ഡോക്ടറിനെ കണ്ട്, അല്ലെങ്കിൽ സ്കിൻ സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊഡക്റ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. കാരണം ഒരുപാട് പേര് പറയാറുണ്ട്, മാം ഞാൻ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ ഇട്ട് എൻ്റെ മുഖത്ത് മുഴുവൻ കുരുവൊക്കെ ആയി ഭയങ്കര
ചൊറിച്ചിലും ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ സ്കിൻ ഒന്ന് റിയാക്ട് ചെയ്യും. അത് മാത്രമല്ല അതിന് മുന്നായിട്ട് നമ്മൾ സ്കിൻ ഒന്ന് പ്രപ്പ് ചെയ്യുക നല്ലപോലെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഫൗണ്ടേഷൻ നമ്മളെ സ്കിന്നിലേക്ക് നമ്മൾ ഫേസിലേക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ക്ലെൻസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ ചെയ്യുക, ദെൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രൈമറും കൂടി അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ, ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. ഒരിക്കലും ഫൗണ്ടേഷൻ എന്നുള്ളത് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മിക്ക ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് ഫൗണ്ടേഷൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ഒരു ഷോപ്പിൽ പോകുന്ന ഒരു ഫൗണ്ടേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ അത് നമ്മൾ നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കും, എന്നിട്ട് കുഴപ്പമൊന്നുമില്ല ഷെയ്ഡ്. ഒരിക്കലും നമ്മളുടെ കയ്യിൽ വെച്ചിട്ടല്ല നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മുടെ കൈൻ്റെയും ഫേസിൻ്റെയും ഷെയ്ഡ് തമ്മിൽ കുറച്ച് വ്യത്യാസം നമുക്ക് ടോണിൽ വരും. അപ്പോൾ നമ്മളെപ്പോഴും ഫേസിൻ്റെ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് നോക്കുക, ഈവൺ ആയിട്ടുണ്ടോ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. പ്ലസ് അങ്ങനെ എടുത്ത് വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മളെ ഫേസിലേക്ക് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എപ്പോഴും നിങ്ങൾ ഒരു വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലതുപോലെ സ്കിൻ പ്രപ്പ് ചെയ്യണം. പ്രപ്പ് ചെയ്യുന്ന ശേഷം മാത്രമേ ചെയ്യാവൂ. അപ്പോൾ പ്രപ്പിങ്ങിനായിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടോണർ, മോയ്സ്ചറൈസർ ഇതെല്ലാം നമുക്ക് നിർബന്ധമാണ്. മോയ്സ്ചർ ചെയ്യുക, പ്രൈമർ യൂസ് ചെയ്യുക. ഇതിന് ശേഷം വേണം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. അതും ഒത്തിരി ക്വാണ്ടിറ്റി വേണ്ട, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ഇനിയിപ്പോൾ ഇച്ചിങ്ങോ എന്തെങ്കിലും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഒത്തിരി ഹാർഷായിട്ടുള്ള കെമിക്കൽ യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി ഫൗണ്ടേഷൻ അത് നിങ്ങൾ യൂസ് ചെയ്യണ മോയ്സ്ചറൈസറുമായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക, ഡയറക്റ്റ് കൊടുക്കാതിരിക്കുക. സെൻസിറ്റീവ് സ്കിന്നുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, പെട്ടെന്ന് കൊടുക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫൗണ്ടേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അതിന് ഫൗണ്ടേഷന് പകരമായിട്ട് ഇപ്പോൾ ഡെയിലി വൈസിൽ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോവുകയാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ നമ്മൾ ഫൗണ്ടേഷൻ ഇതുപോലെ യൂസ് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുവാണെങ്കിൽ ആക്ച്വലി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് വേണ്ട. നിങ്ങൾ ക്ലെൻസിങ് ടോണർ, മോയ്സ്ചറൈസർ, ദെൻ ഒരു ഏതെങ്കിലും ഒരു ടോണപ്പ് ഫെയർനെസ് ക്രീം എന്നുള്ളത് ഞാൻ ടോണപ്പ് ക്രീമിനെ കുറിച്ച് ഇതിന് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ടോണപ്പ് ക്രീം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ടോണപ്പ് ക്രീം കൊടുത്തതിന് ശേഷം നിങ്ങളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ബെറ്റർ റിസൾട്ട് ആയിരിക്കും. ടോണപ്പ് ക്രീം ആൻഡ് സൺസ്ക്രീൻ. ഓക്കെ, ഈ ടോണപ്പ് ക്രീം എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ ടോൺ കുറച്ചൊന്ന് അപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്ലസ് അതിൻ്റെ കൂടെ സൺസ്ക്രീൻ കൂടെ വരുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മുടെ സ്കിൻ ഒന്ന് കറക്റ്റായിട്ട് സെറ്റിൽ ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ സൺസ്ക്രീൻ എപ്പോഴും നിങ്ങൾ പുറത്ത് പോകുന്നതിൻ്റെ 20 minutes ബിഫോർ. നമുക്ക് എല്ലാവർക്കും അറിയാം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരേ ഓട്ടത്തിലായിരിക്കും, തിരക്കാണ്, ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ഓഫീസിലെത്തണം, ആ ഒരു ടെൻഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ സൺസ്ക്രീനൊക്കെ ഇട്ടത് അപ്പോഴേ ഓടുന്ന ആൾക്കാരാണ്. സോ അതൊരിക്കലും ചെയ്യരുത്. അപ്ലൈ ചെയ്യുന്ന നേരത്തെ തന്നെ, അതായത് നമ്മൾ പുറത്ത് പോകാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ 20 minutes ബിഫോർ, അപ്പോഴേ നമുക്കിതൊന്ന് സെറ്റായി നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം, ഏത് രീതിയിൽ വേണം ഫൗണ്ടേഷൻ യൂസ് ചെയ്യാന്നുള്ള, സൺസ്ക്രീൻ യൂസ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വരും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ഫൗണ്ടേഷൻ്റെ കാര്യമാണ്. അപ്പോൾ ഫൗണ്ടേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാം. എല്ലാവരും സ്കിൻ ടോൺ ഓക്കെ ആണോ എന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ സ്കിൻ ടൈപ്പും നിങ്ങൾ മനസ്സിലാക്കുക. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഫൗണ്ടേഷൻ, ലിക്വിഡ് ഫൗണ്ടേഷൻസ് ഒത്തിരി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുക ഫോർ ഓയിലി സ്കിന്നുകാർ. അതുപോലെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് എങ്ങനെയുള്ളതായിരിക്കണം? നല്ല ഓയിലി ആയിരിക്കണം, ക്രീമി ടെക്സ്ചറുള്ള ഫൗണ്ടേഷൻസ്, ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുക ഫോർ ഡ്രൈ സ്കിന്നിന്. ഓക്കെ, അപ്പം ഇതെപ്പോഴും മനസ്സിലാക്കുക. അതുപോലെ തന്നെ നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഡ്രൈ സ്കിന്നിന് കൊടുക്കുന്ന പ്രൊഡക്റ്റ് എന്താണോ അത് നമുക്ക് നോർമൽ സ്കിന്നിന് സൂപ്പർബായിരിക്കും. ബിക്കോസ് നമുക്ക് എപ്പോഴും ക്രീമി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ടോൺ നോർമൽ ആണെങ്കിലും നമുക്ക് ഡ്രൈ സ്കിന്നിനും നോർമൽ സ്കിന്നും ഒരേ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ബിക്കോസ് നമുക്ക് ഇപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല? ഓൾറെഡി ഓയിലിയാണ് സ്കിൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഓയിലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ എന്താവും? സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ഫൗണ്ടേഷൻ ഒഴുകിപ്പോവും. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് പൗഡർ ബേസ്ഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. പൗഡർ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് അവൈലബിൾ ആണ്, സോ അതെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ഫൗണ്ടേഷൻ എങ്ങനെ യൂസ് ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് സ്കിന്നിന് യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം ഓക്കെയാണ്, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. ഇതുപോലെ മേക്കപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും മേക്കപ്പിൻ്റെ ഓരോ കാര്യങ്ങളാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മളിതുവരെ സ്കിൻ കെയർ കാര്യങ്ങളാണല്ലോ കുറേ ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ്, പ്രൈമർ എന്താണ്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എങ്ങനെ, അങ്ങനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക് യു.